മറ്റൊരു വാർത്ത RJD നേതാക്കൾ ISJDയിൽ ചേർന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന റൂഫസ് ഡാനിയേൽ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും RJD യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഭഗത് റൂഫസ് എന്നിവരാണ് ISJDയിൽ ചേർന്നത്. ഭഗത് റൂഫസ് കോവളത്ത് ISJD ടിക്കറ്റിൽ മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വാഗ്ദാനത്തിന് പിന്നാലെയാണ് പാർട്ടി മാറ്റം എന്നാണ് സൂചന. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? യുവജന വിഭാഗം നേതാവാണ് RJD വിട്ട് ISJDയിൽ ചേർന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. റൂഫസ് ഡാനിയേൽ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം RJD യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭഗത് റൂഫസ് എന്നിവർ ISJDയിൽ ചേർന്നു എന്ന വിവരമാണ്. കോവളത്ത് ഭഗത് റൂഫസ് ISJD ടിക്കറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന വിവരവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വാഗ്ദാനത്തിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ പാർട്ടി മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഉമേഷ്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, തിരുവനന്തപുരത്തെ പ്രധാന RJD നേതാക്കളായിരുന്നു റൂഫസ് ഡാനിയലും മകൻ ഭഗത് റൂഫസും. ഇതിപ്പോൾ ഭഗത് റൂഫസും റൂഫസ് ഡാനിയലും നേരെ ISJDയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. അവർ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സീറ്റ് ചർച്ചകളുമായി ISJD മുന്നോട്ട് പോവുകയാണ്. LDF-ൽ കോവളം നിയോജക മണ്ഡലം ISJDക്കാണ്. നിലവിൽ ഒരു വ്യക്തമായ സ്ഥാനാർത്ഥി അവർക്ക് മുന്നോട്ട് വെക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ഭഗത് റൂഫസിനെ, അതായത് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് റൂഫസ് ഡാനിയലിന്റെ മകനാണ് ഭഗത് റൂഫസും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തെ കോവളം നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പാർട്ടി മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനും. എന്തായാലും ഇന്ന് ISJDയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ അതോ LDF സ്ഥാനാർത്ഥികളെ ഒന്നിച്ച് പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതാണ് റൂഫസ് ഡാനിയേൽ, ഒപ്പം തന്നെ ഭഗത് റൂഫസ് എന്നീ നേതാക്കൾ RJD നേതാക്കളാണ്. അവർ ISJDയിൽ ചേർന്നു എന്നതാണ്. അതിൽ ഭഗത് റൂഫസ് കോവളത്ത് ISJD ടിക്കറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.